സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെ കാണികൾക്കിടയിലേക്ക് പടക്കം വീണ് അപകടമുണ്ടായ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അരീക്കോട് തെരട്ടമ്മലിൽ ചൊവ്വാഴ്ച രാത്രി 8:30-യോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 58 പേർക്ക് പരിക്കേറ്റിരുന്നു. അരീക്കോട് തെരട്ടമ്മലിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടമുണ്ടായ സംഭവത്തിലാണ് സംഘാടക സമിതിക്കെതിരെ പോലീസ് കേസെടുത്തത്. BNS 288, 125 തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് മൈതാനത്ത് കരിമരുന്ന് ഉപയോഗിച്ചതെന്നും ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും കൊണ്ടോട്ടി DYSP സന്തോഷ് പറഞ്ഞു. കേസിൻ്റെ തുടർ അന്വേഷണം അരീക്കോട് സ്റ്റേഷൻ ഓഫീസർ O. സജിത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കും. മറ്റെന്തെങ്കിലും ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 8:30-ഓടെയാണ് തെരട്ടമ്മലിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ കരിമരുന്ന് പ്രയോഗത്തിനിടെ കാണികൾക്കിടയിലേക്ക് പടക്കം പതിച്ച് 60ഓളം പേർക്ക് പരിക്കേറ്റത്. മുകളിലേക്ക് തെറിച്ച പടക്കം ദിശ തെറ്റി കാണികൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ ഇരുന്നവർ മാറും മുമ്പ് പടക്കം പൊട്ടിത്തെറിച്ചു. പരിക്കേറ്റവരിൽ കൂടുതലും കുട്ടികളാണ്. പരിക്കേറ്റവരെ ആദ്യം പത്തനാപുരത്തെ അൽനാസ് ആശുപത്രിയിലും തുടർന്ന് അരീക്കോട് ആസ്റ്റർ മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. KMG മാവൂരും നെല്ലിക്കുത്ത് യുണൈറ്റഡ് FCയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. 9,000-ഓളം കാണികൾ മത്സരം കാണാൻ എത്തിയിരുന്നു. സ്ഥിതിഗതികൾ ശാന്തമായതോടെ ഫൈനൽ മത്സരം ആരംഭിച്ചെങ്കിലും കാണികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിൻ്റെ പേരിൽ മൈതാനത്ത് സംഘർഷാവസ്ഥയുമുണ്ടായി. പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചത്. തുടർന്ന് മത്സരം നിർത്തിവെക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ DYSP PK സന്തോഷ് സ്ഥലം സന്ദർശിച്ചു. പരിക്കേറ്റവരുടെ മുഴുവൻ ചിലവുകളും സംഘാടക സമിതി ഏറ്റെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.